വോട്ട് പെട്ടി പൊട്ടിയപ്പോൾ സമാനതകളില്ലാതെ തോറ്റ മമത ഇനിയും തോൽവി സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും അതിനായി രാജ്ഭവനിൽ പോകില്ലെന്നുമുള്ള വാശിയിലാണ് മമതാ ബാനർജി. ഇതോടെ ബംഗാളിൽ കലാപമുണ്ടായേക്കുമെന്ന വിലയിരുത്തലുകളും ബലപ്പെടുകയാണ്. മമതയുടെ ലക്ഷ്യം മനഃപൂർവ്വം കലാപമുണ്ടാക്കലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയുടെ പരിശീലനം കിട്ടിയവർ ബംഗ്ലാദേശിൽ തയ്യാറാണെന്നും അവർ ഇന്ത്യയിലേക്ക് ഏത് നിമിഷവും കയറി വന്ന് കലാപമുണ്ടാക്കിയേക്കുമെന്നും നേരത്തെ രഹസ്യസേനയുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മെയ് 6, അതായത് ഇന്നാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജി സമർപ്പിക്കുകയാണ് വേണ്ടത്. സ്റ്റാലിനും പിണറായി വിജയനും ജനവിധി അംഗീകരിച്ച് രാജി സമർപ്പിച്ച് കഴിഞ്ഞതാണ്. അതിനിടെയാണ് മമത വാർത്താ സമ്മേളനം നടത്തി രാജിവെക്കില്ലെന്നും രാജ്ഭവനിൽ അതിനായി പോകില്ലെന്നും പ്രഖ്യാപിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ബംഗാളിൽ വോട്ട് ചോരി നടത്തിയെന്ന് ആരോപിച്ചത്. ഇത് രണ്ടും കൂട്ടിവായിക്കുമ്പോൾ ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ വിദേശ ശക്തികളുടെ ആസൂത്രണമുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്റെ കോട്ടയായ ഭവാനിപൂരിൽ പോലും 15,000-ൽ പരം വോട്ടുകൾക്ക് എതിരാളിയായ ബിജെപിയുടെ നേതാവ് സുവേന്ദു അധികാരിയോട് തോറ്റത് മമതയ്ക്ക് ഇനിയും ദഹിച്ചിട്ടില്ല. ഈ റിസൾട്ട് പുറത്തു വന്ന ശേഷമാണ് മമത പൊട്ടിത്തെറിച്ചത്. പക്ഷെ നിയമപരമായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഒരാൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല. അത് കൊടിയ നിയമലംഘനമായി തന്നെ കണക്കാക്കും. തന്റെ യുദ്ധം ബിജെപിയോടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് വഴി മമത എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നവർക്കും പൊതുജനത്തിനും വ്യക്തമല്ല. അവിശ്വസനീയമായ ഭരണവിരുദ്ധ വികാരത്തിൽ ബംഗാളിൽ ഒലിച്ചു പോവുകയായിരുന്നു മമതയുടെ തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ മമത രാജിവെച്ചില്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ലെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. മമത രാജിവെച്ചില്ലെങ്കിൽ അതൊരു വിഷയമേ ആകുന്നില്ല. രാജി നൽകിയാലും അടുത്ത മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നത് വരെ തുടരാൻ ഗവർണർ പറയും. 5 വർഷത്തിനപ്പുറം ഒരു സർക്കാരിന് തുടരാനാകില്ലെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ മമത രാജിവെക്കേണ്ട കാര്യമില്ല. മെയ് 6 ആകുന്നതോടെ സ്വാഭാവികമായി അവരുടെ മുഖ്യമന്ത്രി പദവി ഇല്ലാതാവുകയാണ് എന്നാണ് ഭരണഘടനാ വിദഗ്ധനും ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലുമായ PDT ആചാര്യ പറയുന്നത്. മമതയുടെ എതിർപ്പ് ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന് മുതിർന്ന അഭിഭാഷകനായ ശേഖർ നഫാഡെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 100 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം മമതയ്ക്ക് കിട്ടും. റിട്ടേണിംഗ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ല, സ്ഥാനാർത്ഥികളുടെ അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് മമതയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. എന്നാൽ ഇതും മന്ത്രിസഭയുടെ കാലാവധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് മമത തെരഞ്ഞെടുപ്പ് വിധിയെ കോടതിയിൽ ചോദ്യം ചെയ്താലും മമതയ്ക്ക് മുഖ്യമന്ത്രി പദവിയിൽ തുടരാനാകില്ല എന്നർത്ഥം. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ലെന്നും ഇപ്പോൾ വന്ന ഫലം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൊള്ളയടിച്ച് നേടിയതാണെന്നുമാണ് മമതയുടെ ആരോപണം. കനത്ത തിരിച്ചടിയാണ് ഇക്കുറി തൃണമൂൽ കോൺഗ്രസ് നേരിട്ടത്. 15 വർഷം നീണ്ട തൃണമൂൽ ഭരണത്തിന് അവസാനം കുറിച്ചാണ് BJP വൻ വിജയം നേടിയത്. 293 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 207 സീറ്റ് നേടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കി. 80 സീറ്റിൽ ജയിക്കാൻ മാത്രമേ തൃണമൂലിന് സാധിച്ചുള്ളൂ. 2021-ൽ 216 സീറ്റിൽ ജയിച്ച സ്ഥാനത്താണിത്. സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ മമത തോറ്റത് പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയാണ്.